നാടിനെ ഒന്നാകെ നടുക്കിയ സംഭവമായിരുന്നു തൃശൂർ കോടാലിയിൽ കഴിഞ്ഞ ദിവസം ഉണ്ടായത്. പാമ്പുകടിയേറ്റ് 2 കുഞ്ഞുങ്ങളെയും വാരിയെടുത്ത് ആശുപത്രിയിലേക്ക് പാഞ്ഞ പിതാവിന്റെ മാനസികാവസ്ഥ ആ നാട്ടുകാർക്ക് മനസ്സിലാകും. കാരണം അത്രയേറെ പ്രിയപ്പെട്ടവരായിരുന്നു ആൽജോയും സഹോദരൻ അനുജും ആ നാട്ടുകാർക്ക്. ആൽജോ കഴിഞ്ഞ ദിവസം തന്നെ മരണത്തിന് കീഴടങ്ങിയിരുന്നു. സഹോദരൻ അനൂജ് ഇപ്പോഴും ചികിത്സയിൽ തുടരുകയാണ്. എന്നാൽ നാട്ടുകാരെ ഒന്നടങ്കം ഞെട്ടിച്ചത് മറ്റൊരു കാര്യമാണ്. മരണപ്പെട്ട ആൽജോയുടെ ഭൗതിക ശരീരം സംസ്കാര ചടങ്ങുകൾക്കായി വീട്ടിലെത്തിച്ചപ്പോൾ അവിടെ വീണ്ടും പാമ്പിനെ കണ്ടെത്തിയത് ഏവരെയും ഞെട്ടിച്ചു. ആൽജോയുടെ മൃതദേഹം വീട്ടിലെത്തിച്ച സമയത്ത് വീടിനരികിൽ നിന്ന് പാമ്പിനെ കണ്ടെത്തുകയാണുണ്ടായത്. കഴിഞ്ഞ ദിവസം കുട്ടിയെ കടിച്ച പാമ്പിന്റെ അതേ വലുപ്പത്തിലുള്ള പാമ്പിനെ തന്നെയാണ് വീണ്ടും കണ്ടെത്തിയത്. ശംഖുവരയൻ ഇനത്തിൽപ്പെട്ട പാമ്പിൻ കുഞ്ഞിനെ ആയിരുന്നു നാട്ടുകാർ പിടികൂടിയത്. പാമ്പിൻ കുഞ്ഞിനെ നാട്ടുകാർ തല്ലിക്കൊല്ലുകയും ചെയ്തു. വനത്തോട് ചേർന്ന ഒറ്റനില വീട്ടിലാണ് പാമ്പ് കയറിയതും കുട്ടിയെ കടിച്ചതും. സഹോദരന്റെ ശസ്ത്രക്രിയയ്ക്ക് ശേഷം ഇപ്പോഴും ചികിത്സയിൽ തന്നെ തുടരുകയാണ്. ആരോഗ്യനില ഗുരുതരമാണെന്നാണ് ഒടുവിൽ ലഭിക്കുന്ന വിവരങ്ങൾ. അങ്കമാലി അപ്പോളോ ആശുപത്രിയിൽ ചികിത്സയിൽ കഴിയുന്ന ആൽജോയുടെ മൂത്ത സഹോദരൻ അനൂജിന്റെ ആരോഗ്യനില അതീവ ഗുരുതരമായി തുടരുകയാണ്. നിലവിൽ വെന്റിലേറ്ററിലാണെന്നും സൂചനകളുണ്ട്. കഴിഞ്ഞ ദിവസം പുലർച്ചെയാണ് അബോധാവസ്ഥയിൽ സഹോദരങ്ങളെ ആശുപത്രിയിൽ പ്രവേശിപ്പിക്കുന്നത്. തുടർന്ന് നാട്ടുകാർ വീട്ടിൽ നടത്തിയ തിരച്ചിലിൽ ശംഖുവരയൻ ഇനത്തിൽപ്പെട്ട പാമ്പിനെ ഇവരുടെ കിടപ്പുമുറിയിൽ നിന്ന് കണ്ടെത്തുകയും ചെയ്തതാണ്. അതേസമയം കുട്ടിയുടെ മരണകാരണം ശംഖുവരയന്റെ കടിയേറ്റത് തന്നെയാണെന്ന പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടും ലഭിച്ചു കഴിഞ്ഞു. തൃശൂർ മെഡിക്കൽ കോളേജിലെ പോസ്റ്റ്മോർട്ടം പരിശോധനയിലാണ് ഈ കണ്ടെത്തൽ. പോലീസ് റിപ്പോർട്ട് തള്ളിയാണ് ഫോറൻസിക് സർജന്റെ റിപ്പോർട്ട് എത്തിയിരിക്കുന്നത്. ഭക്ഷ്യ വിഷബാധയാണ് കുട്ടിക്ക് ഏറ്റതെന്നായിരുന്നു ആദ്യം പോലീസ് നൽകിയ റിപ്പോർട്ടിൽ സൂചിപ്പിച്ചിരുന്നത്. എന്നാൽ അതിനെയെല്ലാം തിരുത്തിക്കൊണ്ടാണ് ഇപ്പോൾ ഫോറൻസിക് റിപ്പോർട്ട് ലഭിച്ചിരിക്കുന്നത്.